പ്രവാസി നിക്ഷേപങ്ങളെ ഭാവി വികസന പ്രവർത്തനങ്ങളിലേക്കുള്ള മൂലധനമാക്കി മാറ്റാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിലെ പുതിയ പ്രഖ്യാപനം ശ്രദ്ധേയമാകുന്നു. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കുമെന്നാണ് പ്രഖ്യാപനം. ഇത് പ്രവാസികളുടെ കൈപ്പൊള്ളിക്കുമോ അതോ നേട്ടം സമ്മാനിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ പ്രവാസി നിക്ഷേപങ്ങളെ ഭാവി വികസന പ്രവർത്തനങ്ങളിലേക്കുള്ള മൂലധനമാക്കി മാറ്റാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ പുതിയ പ്രഖ്യാപനമുണ്ടായിരുന്നു. സ്റ്റാർട്ടപ്പുകൾ, ടൂറിസം, കാർഷിക മൂല്യവർദ്ധിത സംരംഭങ്ങൾ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിൽ പ്രവാസികൾക്ക് കൂട്ടായി നിക്ഷേപം നടത്താൻ സൗകര്യമൊരുക്കുന്ന പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും എന്നതാണ് പ്രഖ്യാപനം. ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന മലയാളി പ്രവാസികളുടെ പരിചയസമ്പത്തും അറിവും പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വികസനത്തിനുതകുന്ന നിക്ഷേപകരായും സംരംഭകരായും അവരെ മാറ്റിയെടുക്കാൻ കൂടിയാണ് ഈയൊരു പരിശ്രമം. ഇതിലൂടെ റെമിറ്റൻസ് ഇക്കണോമി എന്ന നിലയിൽ നിന്നും കേരളത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇക്കണോമിയാക്കി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും ബജറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ബാങ്കിംഗ് മേഖലയിൽ പ്രവാസികൾക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. 2025 മാർച്ച് വരെയുള്ള സർക്കാർ കണക്കനുസരിച്ച് സംസ്ഥാനത്തെ ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളിലെ മൊത്തം പ്രവാസി നിക്ഷേപം 2,93,622 കോടി രൂപയാണ്. ഇത് കേരളത്തിലെ ആകെ ബാങ്കിംഗ് നിക്ഷേപത്തിന്റെ 30.96% വരും. ഇതിൽ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളിലെ പ്രവാസി നിക്ഷേപം 1,25,374 കോടി രൂപയാണ്. 20ഓളം സ്വകാര്യ ബാങ്കുകളിലായി 1,63,218 കോടി രൂപയും പ്രവാസികളുടെ വിവിധ നിക്ഷേപങ്ങളായുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ ബാങ്കുകളിൽ വെറുതെ കിടക്കുന്ന ഈ വൻതോതിലുള്ള പ്രവാസി നിക്ഷേപത്തെ കേരളത്തിന്റെ ഉൽപാദനക്ഷമമായ വികസന പദ്ധതികളിലേക്കുള്ള മൂലധനമായി ആകർഷിക്കുകയാണ് പുതിയ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ടിന്റെ ലക്ഷ്യം. വിവിധ തരത്തിലുള്ള ആസ്തികൾ നിക്ഷേപിക്കുന്നതിനായി നിക്ഷേപകരിൽ നിന്നും പണം സമാഹരിക്കാൻ ഉപയോഗിക്കുന്ന വിശാലവും നിയമപരവുമായിട്ടുള്ള ട്രസ്റ്റ് സംവിധാനമാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട്. 1882 ഇന്ത്യ ട്രസ്റ്റ് നിയമം അല്ലെങ്കിൽ സമാനമായ മറ്റ് ചട്ടങ്ങൾ പ്രകാരമാണ് ഇവ രൂപീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു സെറ്റിലർ, ട്രസ്റ്റി, ഫണ്ട് മാനേജർ, ബെനിഫിഷ്യറികൾ എന്നിവ ഉൾപ്പെടും. നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഈ ഫണ്ടുകൾക്ക് വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യം തന്നെയുണ്ട്. ട്രസ്റ്റ് ഉടമ്പടിയിൽ വ്യക്തമാക്കിയിട്ടുള്ളതനുസരിച്ച് ലിസ്റ്റഡ് ഓഹരികൾ, സ്റ്റാർട്ടപ്പ് ഇക്വിറ്റികൾ, ബോണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ്, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ തുടങ്ങി വിവിധ ആസ്തികളിൽ ഈ പണം വിന്യസിക്കാൻ സാധിക്കും. ഇത്തരം ഫണ്ടുകൾ പലപ്പോഴും സ്വകാര്യമോ അല്ലെങ്കിൽ നിശ്ചിത കാലാവധിയുള്ളതോ ആയിരിക്കാം. കുടുംബങ്ങളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ട്രസ്റ്റുകൾ, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ, കേരള ബജറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പോലെയുള്ള സർക്കാർ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികൾ എന്നിവയൊക്കെയാണ് ഇതിന് ഉദാഹരണങ്ങളായി പറയുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.